182 കോടി രൂപ ഒറ്റയടിക്കങ്ങ് റദ്ദാക്കി. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായി ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട $21 മില്യൺ 182 കോടി രൂപയാണ് ഒറ്റയടിക്കിന് ഇല്ല എന്ന് ഒരു എക്സ്പോസ്റ്റിലൂടെ രാജ്യം അറിയുന്നത്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ മിണ്ടിയിട്ടില്ല. അമേരിക്കയിൽ നിന്നും സഹായമായി വരുന്ന ഇത്രയും വലിയ തുക ആരാണ് ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. കാരണം BJP IT സെൽ മേധാവി അമിത് മാളവ്യ ഈ വിഷയത്തിൽ ഭരണപക്ഷ പാർട്ടി അഥവാ BJP ഇത്രയും വലിയ തുക സ്വീകരിച്ചിട്ടില്ല എന്ന് ഞെട്ടലോടെയാണ് പറഞ്ഞിരിക്കുന്നത്. എടുത്തുചാടി പറഞ്ഞതാണോ അല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അതേസമയം മോദി അമേരിക്കയിൽ പോയതിന് പിന്നാലെയാണ് വെട്ടിക്കുറക്കലിന്റെ കണക്ക് നിരത്തി എലോൺ മസ്ക് രംഗത്തെത്തുന്നത്. അമേരിക്കയിലെ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പ് അഥവാ ഡോജ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിഭാഗത്തിന്റെ തലവൻ കൂടിയാണ് മസ്ക്. ആ മസ്ക് ആണിപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന സഹായ തുകയുടെ വെട്ടിക്കുറക്കൽ കണക്ക് നിരത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ തുകകൾ നൽകിയാൽ അത് അമേരിക്കയെ പാപ്പരത്വത്തിലേക്ക് നയിക്കുമെന്നാണ് എലോൺ മസ്ക് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മോദി ട്രംപിനെ കാണുന്നതിന് മുൻപേ തന്നെ എലോൺ മസ്കിനെയും കണ്ടിരുന്നു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണിപ്പോൾ ഈ 182 കോടി രൂപയുടെ വെട്ടിച്ചുരുക്കൽ വരുന്നത്. സത്യത്തിൽ നഷ്ടങ്ങൾ മാത്രം വരുത്തി തീർക്കാനായിരുന്നോ മോദി ഇത്ര തിടുക്കപ്പെട്ട അമേരിക്കയിലേക്ക് പോയത് എന്നതാണ് ഇപ്പോൾ രാജ്യത്തിനകത്തുയർന്ന ചോദ്യം. ഈ പണം ബാഹ്യ ഇടപെടലല്ലേ എന്നുകൂടി അമിത് മാളവ്യ ഇവിടെ ചോദിക്കുകയും ഭരണപക്ഷം ഇതിന്റെ ഗുണം പറ്റിയിട്ടില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുമ്പോൾ പിന്നെ ആര് എന്ന ചോദ്യത്തിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകേണ്ടത്. പക്ഷെ അത് ഇതുവരെ നൽകിയിട്ടില്ല. US നികുതിദായകരുടെ പണം വിവിധ ഇനങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ട്. അവയെല്ലാം റദ്ദാക്കുകയാണ് എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ മേഖല ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള $29 മില്യൺ പദ്ധതി, മൊസാംബിക്കിനുള്ള $10 മില്യൺ ധനസഹായം, നേപ്പാളിലെ സാമ്പത്തിക ഫെഡറലിസത്തിന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള $39 മില്യൺ ധനസഹായം, ഇതൊക്കെ ഇക്കൂട്ടത്തിൽ റദ്ദാക്കുന്നുണ്ട്. കൂടാതെ ലൈബീരിയക്കുള്ള $1.5 മില്യൺ, മാലിയിൽ സാമൂഹിക ഐക്യം വർദ്ധിപ്പിക്കാനുള്ള $14 മില്യൺ, ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള $2.5 മില്യൺ, ഏഷ്യയിലെ പഠന ഫലങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള $47 മില്യൺ ധനസഹായം എന്നിവയും എലോൺ മസ്കിന്റെ വകുപ്പ് റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നവീകരണം, ബഹിരാകാശ പര്യവേക്ഷണം, കൃത്രിമ ബുദ്ധി, സുസ്ഥിര വികസനം എന്നിവയിൽ ഇന്ത്യയും US തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും ഇരുവരും ചർച്ചയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷെ അവസാന ഫലം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്.